ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇമ്പോസിബിൾ ഹെയർ 6th എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ ഡിസ്പ്ലേ അടിച്ച് പോയതാണ് ഞാൻ ഇമ്പോസിബിൾ ഹെയറിൻ്റെ 6th എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഇടാവുന്നു. അപ്പോൾ ഞാൻ കുട്ടിക്ക് അപ്പോൾ മെസ്സേജും റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഫോൺ പിന്നെ ഡിസ്പ്ലേ അടിച്ച് പോയി. എൻ്റെ ലൈറ്റിൽ നിന്നുള്ള കണക്ഷൻ വിട്ടു പോയതാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഫോണിന്. ഇന്നാണ് എനിക്കിതൊക്കെ റിക്കവറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഓടിപ്പോയി ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള മടി കൊണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കറിയാം എല്ലാവർക്കും ഇപ്പം എക്സാമൊക്കെയാണ്. നമ്മൾ TDE ഫാമിലിയുടെ വക ഒരു ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ എനിക്കറിയാം നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കണം. കാരണം ഞാൻ ഈ ഡ്രാമയും കൊണ്ട് വന്ന് നിങ്ങൾ പഠിക്കുമെന്ന് എനിക്ക് സംശയമാണ്. എന്നാലും എനിക്കും എക്സാമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ആ സമയത്താണ് ഞാൻ ഡ്രാമ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാലും ഞാൻ പറയാണ്, എല്ലാവരും പഠിക്കുക എന്നത് നിങ്ങൾക്ക് റിലാക്സ് മോഡൊക്കെ ഓണം. ഒരു 20 minutes ഒക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് റിലാക്സ് മോഡൊക്കെ ഒന്ന് ഓണാകുമ്പോൾ നിങ്ങൾ ഡ്രാമയൊക്കെ ഒന്ന് കണ്ട് നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇമ്പോസിബിൾ ഹെയറിൻ്റെ 6th എപ്പിസോഡിനെ പറ്റിയിട്ടാണ്. ഇന്ന് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹീവോണുള്ള ബസ്സിലായിരുന്നല്ലോ ഹാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് നമുക്ക് എന്തായാലും ഡ്രാമയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ നമ്മുടെ ഹീവോണുള്ള ബസ്സിലേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീവോൺ നമ്മുടെ ഹാനിനോട് ചോദിക്കുന്നുണ്ട്, ഒരു വർഷം 365 ദിവസം ഒരുപാട് മണിക്കൂറുകൾ ഒരുപാട് മിനിറ്റുകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇതിൽ നീ എത്ര ദിവസമാണ് പൈസ കൊണ്ട് എണ്ണീട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ചീത്ത കാര്യങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതലും ഉറങ്ങുന്നതിൽ കൂടുതലും ഞാൻ എണ്ണീട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ക്യാങ്ങിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാങ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മളവൻ്റെ വീട് കണ്ടിട്ടുണ്ട്. വളരെ പഴയതും എന്നാൽ അവർ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. നമുക്ക് ചിലരുടെ വീട് കണ്ടാൽ നമുക്ക് പുറത്തുനിന്ന് ഭയങ്കര പഴയതൊന്നും, പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ അവൻ വരുമ്പോൾ തന്നെ അവൻ്റെ അവൻ്റെ ചേട്ടനെ കാണുന്നുണ്ട്, ക്യാങ് ഇഞ്ചുവിനെ കാണുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അടുത്ത് ഗ്രീറ്റ് ചെയ്യുമ്പോഴാണ് അവൾ വരുന്നത് കേട്ടോ. അങ്ങനെ ഹീവും വരുന്നിട്ട് ഇയാൾ ഇവനെ മോശമായിട്ട് പെരുമാറുമ്പോൾ ഹീവിന് ഇവൻ്റെ മേത്തേക്ക് കയറുന്നുണ്ട്. അതായത് ഇവളെ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവളോട് എടിയെന്നൊക്കെ വിളിക്കുമ്പോൾ അവൾ അവൻ്റെ കൈ കടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് അവൻ്റെ ഗേൾ ഫ്രണ്ട് വരുന്നത്. അതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാങ്ങും ഹാനും കൂടി ഒരു ബീച്ചും ഇരിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ക്യാങ്ങിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ക്യാങ് നമ്മുടെ ഹാനോട് പറയുന്നുണ്ടെന്ന് വെച്ചാൽ, നിനക്ക് ബീസഞ്ചിൽ നടന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാവുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അവിടെ എന്തൊക്കെ നടന്നതെന്നുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ബേക്കിംഗ്, അതായത് അയാളുടെ പേര് ബേക്കിംഗ് എന്നാണ് കേട്ടോ, ബൈക്ക് ഇൻ ഹാപ്പ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവൻ ഇവനെ ഭയങ്കര ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാൻ പറയുന്നത് അതിനൊരു വഴിയുണ്ടെന്ന് പറയുമ്പോൾ ക്യാങ് ചോദിക്കുന്നത് എന്താണെന്ന് നോക്കിയപ്പോൾ പറയുന്നുണ്ട് അവനെ കൊല്ലണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാങ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻ പറയുന്നുണ്ട്, നിൻ്റെ ചേട്ടനോ ആയിരുന്നെങ്കിലും ക്യാങ് ഇൻഹാനേക്കാളും കൂടുതൽ അവകാശമാണ് ആ ചേട്ടനുള്ളത്. നിനക്കുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ അവകാശം ആ ചേട്ടനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവനെ കൊല്ലുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്യാങ് എന്ന് നിനക്ക് വട്ടായ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ചെയർമാൻ്റെ 3ാമത്തെ മകനായിട്ടുള്ള ക്യാൻ ഹിൻഹ, നീ ഒരു മകൻ തന്നെയാണ്, അല്ലാണ്ട് നീ അന്യനൊന്നും അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവന്. എന്നിട്ട് അവൻ്റെ കുടുംബത്തിലെ വിലയെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നത് ആ കോർപ്പറേഷൻ ഇതിൽ ആൾ തന്നെയാണെന്ന്, അതായത് ആ കോർപ്പറേഷൻ ഒരു മെമ്പർ തന്നെയാണ് നീ, കാരണം നീ അവരുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. അതുകൊണ്ട് നിനക്കും അതിൽ അവകാശമുണ്ട്. അയാളുടെ എല്ലാ സ്വത്തിലും അയാളുടെ വീട്ടിലും എല്ലാത്തിനും നിനക്ക് അവകാശം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നമ്മുടെ ഹാൻ കൺവീൻസ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം അവനക്കേ അറിയാം ഇവൻ ഭയങ്കര സ്ട്രെസ്സിലൂടെയാണ് കിടന്നത്. കാരണം ഇവൻ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നതല്ലേ, ഇവൻ്റെ ഫാമിലി ഒന്നും ഇവിടെയില്ല. പിന്നെ അവനെ ആ കസിൻ സിസ്റ്ററും അതുപോലെ തന്നെ അച്ഛനും മാത്രം ഇഷ്ടപ്പെടുന്നത്, സ്വന്തം അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങളൊന്നും ഇവനെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് ഇവൻ ഭയങ്കര വിഷമിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാങ്ങിന് ഇവനെ സെൽഫ് കൺവീൻസ് ചെയ്യിപ്പിക്കാൻ കേട്ടോ. നെക്സ്റ്റ് സീൻ നമ്മളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഫാമിലി ഡിന്നറാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നോക്കുമ്പോൾ ബേക്കിംഗ് അങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചിരിക്കുന്നത് എന്തിനാണ്, അവൻ പോയിട്ട് നിങ്ങളാരെന്നത് മൈൻഡ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ അവൻ ക്യാങ്ങിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് അവൻ പോയിട്ടുണ്ടായിരുന്നുണ്ട്. അതിനുശേഷമാണ് അവൻ ബീച്ചിൽ ഹാൻഡോട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീയാണ് എൻ്റെ വിരലിൽ കടിച്ചുകൊണ്ടാണ് അവൻ പോയതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ എണിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ സൈക്കോപാത്തിൻ്റെ ഗ്രൂപ്പിലുള്ളവരാണ്, നിങ്ങൾക്ക് ഭയങ്കര കോൾഡ് ഹേർട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അവളുടെ അമ്മ
അമ്മ പറയുന്നുണ്ട് ഞാൻ അവളെ പോയി സമാധാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നീ ചെയ്തത് എന്തായാലും ഭയങ്കര തോന്നിവാസമായപ്പോൾ ഞാൻ അവനെ വിളിച്ചതാണ്, ഞാനാണ് അവനെ ശിക്ഷിക്കുന്നത്, നീ അല്ല എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം അവൾ വീട്ടിലേക്ക് അവളുടെ റൂമിലേക്ക് കയറി പോകുമ്പോഴാണ് അവളുടെ അമ്മ പുറകുന്നിട്ട് അടിക്കുന്നത്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് നിനക്ക് 17 വയസ്സാണ്, അല്ല നീ ഈ പിള്ളേരെ പോലെ കളിക്കാണ്ട് കുറച്ച് മെച്യൂർഡ് ആവുക, നീ കുറച്ച് മെച്യൂർഡ് ആയിട്ടുണ്ട്, നിനക്ക് 17 വയസ്സുണ്ട്, നീ ഇനി നിൻ്റെ ചൈൽഡിഷ് ബിഹേവിയർ നിർത്താൻ പറഞ്ഞിട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ അമ്മ ഒരു ആളുടെ അടുത്ത് പോയി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അവരുടെ വാർഡ് വന്നിട്ട് പറയുന്നില്ലെങ്കിൽ അവരുടെ ജോലിക്കാർ വന്നിട്ട് പറയുന്നുണ്ടെന്ന് വെച്ചാൽ അവളെ കാണാനില്ലെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞ് ശരിക്കും തപ്പെന്ന് പറയുമ്പോൾ അവിടെ തപ്പുമ്പോൾ അവളില്ല കേട്ടോ. നമ്മളെ കാണിക്കുന്നുണ്ട് അവൾ എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ അമ്മയുടെ കോളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അവൾ കട്ട് ചെയ്ത് പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര ഒരു മൂകത അനുഭവപ്പെടുന്നുണ്ട് ഒരാൾക്ക്, ഭയങ്കര ഒറ്റപ്പെടലൊക്കെ ആയിട്ടും ഭയങ്കര ഒരു സ്റ്റെയറിങ് ആയിട്ടുള്ളൊരിതാണ്. അതിനുശേഷം അവൾ നമ്മുടെ ഹാനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാൻ എന്ന് ഫോൺ എടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ജസ്റ്റ് ഷോക്കാവുന്നുണ്ട് കേട്ടോ. നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ ഓടി താളായിരുന്നു അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഹാനോട് ചോദിക്കുന്നുണ്ട് ഇത്ര പാടായിരുന്നില്ല ഇവിടെ കൂടെ കോടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹാൻ അവളോട് എണീക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം അവർ എണീച്ച് ഒരു ബെഞ്ചിൽ പോയിരിക്കാനുണ്ടാവും. അപ്പോൾ അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. അതിനെന്തിനാന്ന് വെച്ചാൽ ക്യാങ്ങിനെ അറിയിക്കാണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവനോട് ഓരോ കുഞ്ചി വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കാനുണ്ടാവും. അപ്പം പറയുന്നുണ്ട് നിനക്ക് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ നിൻ്റെ ടീച്ചറാണെന്നൊക്കെ പറയുന്നുണ്ട്, എന്നെ ആ സെൻസിൽ നീ കണ്ടാൽ മതി അങ്ങനെയൊക്കെ അവനോട് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ കൊണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ഹീറോയിനായിട്ടുള്ള ഹീവോ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹീവോ വന്നതിന് ശേഷം അവളോട് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. നിങ്ങളെന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാൻ എൻ്റെ മാത്സ് ട്യൂട്ടറാണ്, അതുകൊണ്ടാണ് ഞാൻ വാ സാർ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനിട്ട് അവൾ പറയുന്നുണ്ട് എൻ്റെ നൈബറാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ ക്യാങ്ങിൻ്റെ കാർ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ബാ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനും അവൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞെന്ന് പറയലിടെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് നീ അവിടേക്കാണ് പോകണത്, ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട് നീ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ നൈബറല്ലേ, ഇപ്പോൾ ഇവൻ അവിടേക്കല്ലേ പോകണമെന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രീറ്റിലാണെന്നൊക്കെ പറയുന്നുണ്ട്. സ്ട്രീറ്റിൻ്റെ അവിടെയാണ് എൻ്റെ വീട്, ഞാൻ ഹൈവേയുടെ അവിടെ കൂടെ ഒക്കെ പോകണമെന്നൊക്കെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാങ് അവനോട് പറയുന്നുണ്ട് നീ വാടി നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം, എനിക്ക് വേറെ അത്യാവശ്യമുണ്ട് വീട്ടിൽ പോയിട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് കുറച്ചൊരു വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ